കേരളം കണ്ടതിൽ വെച്ച് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയം, മഹാപ്രളയം. 1924 ആ മഹാപ്രളയം ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം കൊണ്ട് മൂടി. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ 4/3 ഭാഗവും വെള്ളത്താൽ മൂടി. അന്നത്തെ കാലത്ത് വാർത്താ സംവിധാനങ്ങളോ ആശയവിനിമയങ്ങളോ ഇന്നത്തെ പോലെ ഇല്ലായിരുന്നു. ആയിരക്കണക്കിന് ജീവനുകളാണ് അന്നത്തെ ആ പ്രളയത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നഷ്ടമായത്. കൊല്ലവർഷം 1909 ഈ പ്രളയമുണ്ടായത്. അതുകൊണ്ടാണ് ഈ പ്രളയത്തെ 99 പ്രളയം എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും മഴ ധാരാളം ലഭിച്ചിരുന്നെങ്കിലും മധ്യ കേരളത്തിലാണ് മഴ അധികമായി ലഭിച്ചത്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളാണ് കൂടുതൽ മഴയുടെ ദുരന്തം നേരിടേണ്ടി വന്നത്. ആയിരക്കണക്കിന് മനുഷ്യർക്കൊപ്പം ആയിരക്കണക്കിന് വളർത്തുമൃഗങ്ങളും പക്ഷിമൃഗാദികളും കൊല്ലപ്പെട്ടിരുന്നു. ജൂലൈ മാസം 17 ആരംഭിച്ച മഴ നിർത്താതെ പെയ്തത് 3 ആഴ്ചകളോളമാണ്. ഈ മഴ വരുത്തിവെച്ച നാശനഷ്ടം നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. ഇപ്പോൾ 2024 ആയിരിക്കുന്നു. മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ആശങ്കയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ശാസ്ത്രീയമായ പല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ ശോചനീയ അവസ്ഥയാണ്. ഒരു മഹാപ്രളയം കൂടി വന്നാൽ നമ്മുടെ മുല്ലപ്പെരിയാർ താങ്ങുമോ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇതിനു മുൻപ് ലോകത്തിൽ പല ചെറിയ ഡാമുകളും തകർന്നടിഞ്ഞിട്ടുണ്ട്. ആ തകർച്ച മൂലം നിരവധി പേരുടെ ജീവൻ എടുത്തെന്നിരിക്കെ നമ്മുടെ മുല്ലപ്പെരിയാർ കേരളത്തിലെ എല്ലാ ജീവനുകൾക്കും ഭീഷണിയാണ്. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നായി മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗവും ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളും ഭൂകമ്പ സാധ്യത പ്രദേശങ്ങളാണെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നു. ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പല മാധ്യമങ്ങളും മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്കകൾ ആർട്ടിക്കിളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ തകർന്നാൽ അതിലെ ജലം ഇടുക്കി മുതൽ അങ്ങ് അറബിക്കടൽ വരെ ചെല്ലും. പക്ഷേ ഒഴുകുന്ന വഴിയിലുള്ള കെട്ടിടങ്ങളെയും ജനങ്ങളെയും വ്യവസായങ്ങളെയും എയർപോർട്ടുകളെയും നശിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ജലം അറബിക്കടലിൽ എത്തിച്ചേരുക. നമ്മുടെ കൊച്ചി നഗരത്തിലെ വ്യവസായവും എയർപോർട്ടും ബിൽഡിങ്ങുകളും എല്ലാം തീർത്തും ഇല്ലാതാകും. ഏതാണ്ട് 3 നില ബിൽഡിങ്ങുകളുടെ ഉയരത്തിലായിരിക്കും വെള്ളം എത്തുക. കോടിക്കണക്കിന് ജീവനുകൾ ഇതിനോടകം മരിച്ചിട്ടുണ്ടാവും. ഈ ഡാം തകർന്ന് ആഴ്ചകളും മാസങ്ങളും എടുത്താൽ പോലും കേരളത്തിന്റെ അവസ്ഥ ഭയാനകമായിരിക്കും. രക്ഷപ്പെട്ട ലക്ഷങ്ങളോളം ജനങ്ങൾ കേരളത്തിന്റെ 2 ഭാഗങ്ങളിലേക്ക് നീങ്ങും. പകർച്ചവ്യാധികൾ വ്യാപിക്കും. റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതെയാകും. ഭക്ഷണത്തിനും വെള്ളത്തിനുമായുള്ള നെട്ടോട്ടമായിരിക്കും പിന്നീടുള്ള നാളുകൾ. ഈ ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാതെ ഇരിക്കാൻ പുതിയ ഒരു ഡാം തന്നെയാണ് അതിനുള്ള ഒരു പരിഹാരം. 1924 പ്രളയ സാഹചര്യമാണ് 2024 ഉള്ളതെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. എലിനോ പ്രതിഭാസത്തിന് ശേഷമുള്ള ലാലിനോ പ്രതിഭാസം ഇന്ന് സജീവമാണ്. ഇത് ഒരുപാട് മഴയ്ക്ക് കാരണമാകും. കാലവർഷം എത്തുന്നതിന് മുന്നേയുള്ള പ്രളയം അതിന്റെ സൂചനയാണ്. നിരവധി ചക്രവാത ചുഴികളും ന്യൂനമർദ്ദവുമാണ് ഈ കാലവർഷത്തിന് മുമ്പ് തന്നെ ഈ കേരളത്തിൽ വന്നുപോയത്. മേഘവിസ്ഫോടനം പോലെയുള്ള അസാധാരണ മഴയാണ് നമ്മുടെ കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുപോയത്. 2018 പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത പല സ്ഥലങ്ങളിലും ഈ മഴയിൽ വെള്ളം കയറി. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കുന്നത് ആ പ്രദേശത്തിന് വൻ ഭീഷണിയാണ്. എന്തായാലും മഴ കനക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്കകളും കനക്കുകയാണ്. ഇനിയൊരു പ്രളയം സംഭവിച്ചാൽ അത് 1924 പോലെ ആയിരിക്കില്ല. കാരണം മുല്ലപ്പെരിയാറിന് 100 വർഷത്തിലേറെ പഴക്കമായിരിക്കുന്നു. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. മഴക്കാലത്ത് മാത്രം പോരാ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ചർച്ചകൾ. ഒരു വൻ ദുരന്തം ഒഴിവാക്കാനായി മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്.